കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ യാത്ര കുന്നേപ്പള്ളിയിലേക്കാണ് കേട്ടോ. കുന്നേലെന്ന് പറയുമ്പോഴത്തേക്കും അവിടെ നിറച്ച് കുന്നാണെന്നാണ് എൻ്റെ മനസ്സിൽ ആദ്യമായിട്ട് സംശയം തോന്നിയത് കേട്ടോ. ഞാൻ കുഞ്ഞിലെ അമ്മച്ചിയുടെ കൂടെ തന്നെയാണ് ഈ കുന്നേപ്പള്ളിയിലൊക്കെ പോയേക്കുന്നത്. അപ്പോൾ ആ ഒരു യാത്ര ഇപ്പോഴും ഉണ്ട് കേട്ടോ. മിക്ക പള്ളികളിലൊക്കെ ഞാൻ അമ്മച്ചിയുടെ കൂടെയാണ് പോയേക്കുന്നത് കുഞ്ഞിലെ. അപ്പോൾ അതുകൊണ്ട് ആ യാത്രയ്ക്ക് ഇന്നും ഞാൻ മുടക്കം വരുത്തിയിട്ടില്ല. ഉണ്ണീശ്വരനോട് ചെന്ന് നമ്മൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാവും എന്നുള്ളൊരു അത്ഭുതവും കൂടി അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നേർച്ചയായിട്ട് ഒരു കുട്ടി ഉടുപ്പൊക്കെ കൊടുക്കും. അങ്ങനെയൊക്കെയാണ് അവിടുത്തെ ഉണ്ണീശ്വരുടെ അത്ഭുതങ്ങൾ. പിന്നെ അവിടെ പ്രധാനമായിട്ട് തമക്ക് നേർച്ചയാണ്. നമ്മുടെ അവലോസ് പൊടിയും ശർക്കരയും കൂടിയിട്ട് പഴം ഇട്ട് കുഴയ്ക്കും. പഴം അവിടെ നിന്ന് തന്നെ വാങ്ങിക്കാൻ കിട്ടും. അല്ലെങ്കിൽ ഇപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ പെരുന്നാൾ കഴിഞ്ഞതുകൊണ്ട് അവിടെ തന്നെ നമുക്ക് വിൽക്കുന്നുണ്ട്. അവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് വാങ്ങിക്കാം കേട്ടോ. ആ പഴത്തൊലി നമ്മൾ 51 പഴം അങ്ങനെയാണ് വാങ്ങിക്കുന്നത്, ഒറ്റ നമ്പർ അനുസരിച്ച്. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള അത്രയും കുഴച്ചിട്ട് ബാക്കിയുള്ളത് തൊലി പൊളിച്ച് അവിടെ തന്നെ ഇടണം എന്നാണ് അതിൻ്റെ ഐതിഹ്യം വരുന്നത്. പിന്നെ അവിടെ അത്ഭുത കിണറ്റിൽ പോയി വെള്ളമൊക്കെ എടുത്ത് മുഖമൊക്കെ കഴുകി തലയൊക്കെ ഒന്ന് ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ച് കഴുകി ഞങ്ങൾ തിരിച്ചു പോരുക.